നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ജനുവരി മാസത്തെ അശ്വതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം എന്താണ് എന്ന് പരിശോധിച്ച് നോക്കാം. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ വർഷം തുടങ്ങുകയാണ്. അപ്പോൾ ഈ വർഷത്തിൽ അനുകൂലമാണോ പ്രതികൂലമാണോ പൊതുവെ അനുഭവിക്കാനുള്ള യോഗം, അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ആദ്യത്തെ മാസം തന്നെയുള്ള അവസ്ഥ എന്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ അനുകൂലമായ ഗുണഫലങ്ങൾ തന്നെയാണ് കൂടുതലും അനുഭവിക്കാനായിട്ടുള്ള യോഗം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാഗ്യസ്ഥാനത്താണ് ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ചൊവ്വ ഇപ്പോൾ നിൽക്കുന്നത്. അത് ജനുവരി 15 ആകുമ്പോൾ 10ാം ഭാവത്തിലേക്ക് വരും. അപ്പോൾ 10ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ പഞ്ചമഹാപുരുഷത്തിലെ രുചകായോഗം ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഉത്സാഹം, ശൗര്യം, സാഹസ പ്രവൃത്തിയിലൂടെ ധനം സമ്പാദിക്കുക, അതുപോലെ തന്നെ യുദ്ധം ചെയ്ത് പ്രതിസന്ധികളെ നേരിട്ട് വിജയിച്ച് രാജാവിനെ പോലെ ജീവിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെയാണ് 10ൽ ചൊവ്വ നിന്നിട്ടുണ്ടെങ്കിൽ. 10ാം ഭാവത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മകരൻ രാശിയിൽ ചൊവ്വ നിൽക്കുമ്പോൾ അതനുസരിച്ച് തന്നെ ആ രുചകായോഗത്തിൻ്റെതായിരിക്കുന്ന ഗുണം അനുഭവിക്കാൻ സാധിക്കുന്നതിന് കൊണ്ട് തന്നെ തൊഴിലിൽ അഭിവൃദ്ധിയും ഉയർച്ചയും സാമ്പത്തികമായ നേട്ടവും ഉണ്ടാകാനുള്ള യോഗമുണ്ട്. എന്നാൽ അതിനോടൊപ്പം തന്നെ സൂര്യനും 10ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കാരകനായിരിക്കുന്ന സൂര്യൻ 10ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഗവൺമെൻറ് ജോലിയൊക്കെ ആഗ്രഹിച്ച് കാത്തിരിക്കുന്നവർക്ക്, PSC ലിസ്റ്റിലൊക്കെ വന്നവർക്ക് കൂടുതൽ വൈകാതെ നിയമനം കിട്ടാനായിട്ട് 2026 യോഗം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ജനുവരി മാസത്തിൽ തന്നെ അത് സാധ്യത കൂടുതലാണ്. അവിടെ തന്നെ നിവർത്തി സ്ഥാനാധിപതിയും അതേപോലെ ധന സ്ഥാനാധിപതിയായിരിക്കുന്ന ശുക്രൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികമായ നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. അതേപോലെ ദാമ്പത്യ സുഖം അനുഭവിക്കാനായിട്ട് സാധിക്കും. വിവാഹം അന്വേഷിക്കുന്നവർക്ക് നല്ല ബന്ധങ്ങളൊക്കെ വന്നു ചേരാനായിട്ട് യോഗമുള്ള സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ള നല്ല ബന്ധങ്ങളൊക്കെ വരുന്നത് കാരണം കൊണ്ട് തന്നെ വിവാഹത്തിന് യോഗമുള്ള സമയമാണ്, ദാമ്പത്യ സുഖത്തിന് യോഗമുള്ള സമയമാണ്, സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. അപ്പോൾ ഇത്രയും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെയാണ് കാണുന്നത്. മാത്രമല്ല 17ാം തീയതി ബുധനും കൂടി അവിടെ വരുന്നുണ്ട്. അപ്പോൾ ബുധൻ സഹായ സ്ഥാനാധിപതി കർമ്മസ്ഥാനത്ത് വരുമ്പോൾ നല്ല സഹായങ്ങളും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സുഹൃത്തു ഗുണം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. എന്നാൽ അതിനോടൊപ്പം തന്നെ ശത്രു സ്ഥാനാധിപത്യം കൂടി ബുധനുള്ളത് കാരണം സുഹൃത്തുക്കളോ അതേപോലെ തന്നെ സഹപ്രവർത്തകരോ അവരുടെ അപ്രീതി ഉണ്ടാകുക, ശത്രുത ഉണ്ടാകാനുള്ളൊരു സാധ്യത കൂടി ഉള്ളത് കാരണം കൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അതിൻ്റെ വലിയൊരു ദോഷമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഗണപതി ഹോമമൊക്കെ നടത്തിയാൽ ആ ദോഷത്തിന് പരിഹാരം വരുന്നതാണ്. അതേപോലെ തന്നെ 7ര ശനിയാണ്. അപ്പോൾ ഇവിടെ കർമാധിപതി 12ൽ നിൽക്കുന്നത് കാരണം കൊണ്ട് വിദേശത്ത് പോവുക, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വീട് വിട്ട് അന്യദേശത്ത് പോയി തൊഴിലെടുക്കുന്നതിന് അനുകൂലമായ ഒരു ഗുണമുണ്ടെങ്കിലും 7ര വർഷത്തേക്കുള്ള ശനിദോഷത്തിൽ 12ൽ നിൽക്കുന്ന ശനി സാമ്പത്തികമായിട്ട്, അതായത് 7ര ശനി എന്ന് പറയുമ്പോൾ സാമ്പത്തിക നഷ്ടം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, ചെലവ് വർദ്ധിപ്പിക്കും. രണവാൻ എന്ന് പറയുന്നൊരു യോഗമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു ഗുണമുണ്ട്. ലോണും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. പക്ഷേ മറ്റുള്ള രീതിയിൽ അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കും. ബാധാസ്ഥാനത്താണ് രാഹു നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളിലേക്ക് വരേണ്ട പോസിറ്റീവായിട്ടുള്ള എനർജി ചിലപ്പോൾ വക്രഗതിയിൽ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുള്ളത് കാരണം നാഗപൂജ മുടങ്ങാതെ ചെയ്യണം. അതിനോടൊപ്പം തന്നെ അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. അപ്പോൾ ഗണപതി ഹോമം, നാഗപൂജ, ശനീശ്വരന നീരാഞ്ജനം, വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്കൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.